സിറിയയിൽ സംഭവിച്ചത് രസകരമായ ചില കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ HDS ജൊലാനി അധികാരത്തിലെത്തി. വളരെ ചെറിയൊരു ഗ്രൂപ്പാണ്, ഒരു ചെറിയ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പ് വന്നിട്ട് സിറിയ രാജ്യത്തിൻ്റെ തലവനായിട്ട് ലോകത്തിന് മുന്നിൽ നിൽക്കുന്നു. സിറിയ മൊത്തമൊന്നുമില്ലെന്നറിയാം. അതിനിടയ്ക്ക് വന്നിട്ട് ജൊലാനി വന്ന ഉടനെ ഇസ്രയേൽ കയറി സിറിയയുടെ പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇങ്ങ് പിടിച്ചെടുക്കുന്നു. നെതന്യാഹു അവിടെ പോയിട്ട് ഇത് ഞങ്ങളുടെ മണ്ണാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്നു. ഇപ്പോൾ സിറിയ പറയുന്നു ഞങ്ങൾ ഇസ്രയേലുമായിട്ട് വഴക്കിലൊന്നുമില്ല, നമുക്ക് വേണേൽ ഒന്നിച്ചു പോകാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞു ജൊലാനി പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ജൊലാനി ഇസ്രയേലിൻ്റെ ആളാണോ, മൊസാദ് ആണോ? ഇത് നമ്മൾ മാത്രമല്ല ചോദിക്കുന്നത്, സുനിൽ മാത്രമല്ല, ഇത് ഒരുപാട് ഈ മിഡിൽ ഈസ്റ്റ് മാധ്യമങ്ങളിൽ ഈ സംശയം ഉയരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഈ ആളുകൾ സംശയം ഉയർത്തിയ ചില വാചകങ്ങൾ ഞാൻ വായിക്കാം. ഈ അസദിൻ്റെ കൂറുള്ളവർ, ഇപ്പോഴും കൂറുള്ളവർ, സലഫി വിരുദ്ധര്, അൽ-ഖ്വയ്ദ വിരുദ്ധര്, ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ ഇയാൾ ഈ ജൊലാനി മൊസാദ് ചാരനാണോ എന്നുള്ള സംശയം ഉയർത്തുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ. ഒന്ന്, ഇയാളുടെ ശരിക്കുള്ള പേര് അഹമ്മദ് അൽ ഷാറ എന്നാണ്. ജൊലാനി എന്നുള്ളത് പിന്നെ വിളിപ്പേരാണ്. അതെ, എന്താണ് ഇരട്ടപ്പേര് എന്ന് പറയുന്നത്, നിക്നെയിം. അബു മുഹമ്മദ് അൽ ജുലാനി എന്നുള്ളത് നിക്നെയിം ആണ്. ശരിക്കും അഹമ്മദ് അൽ ഷാര. ഇയാൾ സിറിയയിൽ ജനിച്ചു എന്നല്ലാതെ ഇയാളുടെ ഭൂതകാലം ആർക്കും അറിഞ്ഞൂടാ, യാതൊന്നും അറിഞ്ഞൂടാ. സാധാരണഗതിയിൽ ഇവരെല്ലാം ഒന്നിച്ച് കൂട്ടം ചേർന്ന് ഇല്ലേ, ഒരു ഹേർഡ് ഇൻസ്റ്റിങ്ക്റ്റ് ഉള്ള ആളുകളാണല്ലോ, ഗോത്ര സ്വഭാവമുള്ളവരാണ്. പക്ഷെ ആർക്കും അറിഞ്ഞൂടാ, സിറിയയിൽ ആർക്കും അറിഞ്ഞൂടാ. ഇയാൾ എൻ്റെ അയൽവക്കത്ത് ആയിരുന്നു എന്നോ ഇവൻ്റെ ബാപ്പ എൻ്റെ അപ്പുറത്തായിരുന്നു എന്നോ അപ്പോൾ ഒന്നും പറയുന്ന ആളുകളില്ല. ഭൂതകാലം കംപ്ലീറ്റ് ഇരുളടഞ്ഞ് കിടക്കുകയാണ്. ഇയാൾ ആരാണ്, എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണവുമില്ല. ഇസ്രയേലുമായി സംഘർഷത്തിനില്ല എന്ന് ഇയാൾ പറഞ്ഞതോടുകൂടി ഇയാൾ ജൂതനാണോ എന്നുള്ള സംശയം ശക്തമായി. ഞങ്ങൾ മറ്റേ കുറെ ഭാഗം പിടിച്ചിരിക്കുകയാണ്. ഗോലാൻ കുന്നുകൾ, മറ്റേ മൗണ്ട് ഹെറോൺ ഒക്കെ പിടിച്ചു. ദമാസ്കസിന് 25 കിലോമീറ്റർ അപ്പുറത്ത് വരെ അടുത്ത് വരെ ആയി. വേണമെങ്കിൽ ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ജൊലാനി കസേര ഒഴിഞ്ഞു കൊടുക്കുമോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാൻകാരൻ ഡോക്ടർ ഷഹ്ല എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞിട്ട് ഒരു സംശയം പ്രധാനമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അബു ഹഫ്സിനെ പോലെ ആയിരിക്കും ഇയാൾ. അബു ഹഫ്സിനെ പോലെ ആയിരിക്കും ഇയാൾ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ലിബിയയിലെ ഒരു പള്ളിയുടെ അകത്തുണ്ടായിരുന്ന ഇമാം മൊസാദ് ചാരനായിരുന്നു എന്ന് കണ്ടെത്തിയത് വളരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരുന്നു. അബു ഹഫ്സ്. ഈ അബു ഹഫ്സ് വടക്ക് കിഴക്കൻ ലിബിയയിലെ ബംഗാസിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നേതാവായിട്ടാണ് ഭാവിച്ചുകൊണ്ടിരുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നേതാവായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ പള്ളിയിൽ മോസ്കിൽ ഇമാമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ആളാണ് അബു ഹഫ്സ്. അയാൾ മൊസാദ് ചാരനായിരുന്നു എന്ന് പറഞ്ഞാൽ അറബി നന്നായിട്ട് സംസാരിക്കും, മുഖമൊക്കെ കണ്ടാൽ ഇങ്ങനെയാണെന്ന് തോന്നും. അപ്പോൾ ഇസ്രയേൽ അറബികൾ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ടെന്ന്, ഇങ്ങനെ ചായയുള്ള മൊസാദുകൾ ഉപയോഗിക്കുന്നവർ. അങ്ങനെ വടക്ക് കിഴക്കൻ ലിബിയയിലെ ബംഗാസിയിൽ ഇയാളൊരു IS നേതാവായിട്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ് നേതാവായിട്ട് ജീവിച്ചു. അബു ഹഫ്സ്. എഫ്രൈം ബെഞ്ചമിൻ എന്നായിരുന്നു ഇയാളുടെ ശരിയായ പേര്. 2017 ഏറ്റവും വലിയ കോൺട്രവേഴ്സീസിൽ ഒരെണ്ണമായിരുന്നു ഇത്, അബു ഹഫ്സിൻ്റെത്. 2011 വിപ്ലവത്തിന് ശേഷം, അതായത് ഗദ്ദാഫിയെ പുറത്താക്കിയ ശേഷം ആണ് ഇയാൾ ഇമാമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അറബിയുടെ ഛായ, അറബി ഭാഷ. പലസ്തീനിലും ഇങ്ങനത്തെ ആളുകൾ നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്നു എന്ന്. എന്നിട്ട് പലസ്തീൻ ആർമിയിലൊക്കെ പോയി മൊസാദിൻ്റെ ചാരന്മാർ ഫൈറ്റ് ചെയ്യും. എന്നിട്ട് പലപ്പോഴും ഇവരെ കൊണ്ടുപോയി പുലിവാലി പിടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇസ്രയേൽ അറബിസ് എന്നാണ് ഇവരെ പറയുന്നത്. വലിയ മോസ്കിൽ ഇമാമായിരുന്നു. ലിബിയയിലെ രണ്ടാമത്തെ വലിയ നഗരമാണ് ബംഗാസി. അവിടുത്തെ ഏറ്റവും വലിയ മോസ്കിലായിരുന്നു ഇമാം. ഇയാൾക്ക് എന്നിട്ട് 200 ഭടന്മാരുള്ള ഒരു സേനയും ഉണ്ടായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നേതാവാണല്ലോ. അപ്പോൾ ഈ ബിൻ ലാദൻ്റെയും
ഒക്കെ ആളുകൾ കൊടുത്തിട്ടുള്ള 200 ഭടന്മാരുണ്ടല്ലോ, അവരെ നയിക്കുന്നത് ഈ മൊസാദ് ചാരനാണ്, അബു ഹഫ്സ്. ഇങ്ങനെയാണ് ഒരു കുട്ടിപ്പട്ടാളം. ഇങ്ങനെ പട്ടാളമായിട്ട് IS നേതാവായിട്ട് ഇയാൾ വിരാജിച്ചു അവിടെ. ഇയാളെ എന്നിട്ട് മൊസാദ് ഷെയ്ഖ് എന്നാണ് പിന്നീട് പത്രങ്ങളൊക്കെ വിശേഷിപ്പിച്ചു കൊണ്ടിരുന്നത്. കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ മൊസാദ് ഷെയ്ഖ് എന്നാണ് അബു ഹഫ്സിനെ. 2015 ലിബിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രവർത്തിച്ച് തുടങ്ങിയത്. ഇയാൾ താമസിയാതെ അവിടെ പോയി വലിയ നേതാവൊക്കെ ആയി. അപ്പോൾ അബു ഹഫ്സ് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ടുണ്ട്. അതുപോലെ മൊസാദിൻ്റെ ചാരന് ഇപ്പോൾ സിറിയ ഭരിക്കുകയാണോ എന്ന് ഇറാൻകാരൻ ഡോക്ടർ ഷഹ്ല ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് അത് റോറിങ് ഓഫ് ദ സിറിയൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ വ്യാജ പേരിലാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നത്. മൊസാദിൻ്റെ സൃഷ്ടിയാണ് ജൊലാനി. ഇയാൾ ഇറാഖി ഷിയ പുരോഹിതൻ മൂസ അൽ സാദറിൻ്റെ മകനായിരിക്കും. അത് വെറുതെ ഊഹം, പലതും പറയുമല്ലോ, മകനായിരിക്കും. ഇരുവരും തമ്മിൽ സാമ്യമുണ്ട്. പിന്നെ ചിലപ്പോൾ സെലൻസ്കിയുടെ സഹോദരനായിരിക്കും. സെലൻസ്കിയുടെ ചായ ഉണ്ട് ഇയാൾക്ക്. അത് ശരിയാണ് കേട്ടോ, സെലൻസ്കിയുടെ ഒരു ചായ ഉണ്ട്, അത് പലരും പറഞ്ഞിട്ടുണ്ട്. കെയ്റോ തഹ്രീർ ഈജിപ്ഷ്യൻ നെറ്റ്വർക്കിൻ്റെ അവതാരകൻ ഹൊസം അൽ ഗംറി പറഞ്ഞിരിക്കുകയാണ്, ഇവൻ ജൂത സെലൻസ്കിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹു ഹാപ്പി ആയിരിക്കും ഇവനിപ്പോൾ ഭരിക്കുമ്പോൾ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇയാൾ എലി കോഹനെ പോലെ തിയഡോർ ഹെഡ്സലിനെ പോലെ ചാരനായിരിക്കും ഒരാൾ പറഞ്ഞിട്ടുണ്ട്. എലി കോഹൻ അവിടെ ലെബനനിലൊക്കെ പോയിട്ട് വിദേശകാര്യ മന്ത്രി വരെ മന്ത്രി ആയില്ല, ഏതാണ്ട് അയാളെ നിർദ്ദേശിക്കുന്ന അവസ്ഥ വരെ അപ്പോഴാണ് അടുത്തെത്തിയപ്പോഴാണ് പിടിവീഴുന്നത്. കാരണം അവിടുത്തെ ചാരസംഘടനാ നേതാവിന് ആദ്യം മുതലേ ഇയാളെ സംശയം ഉണ്ടായിരുന്നു. അർജന്റീനയിൽ ഇവരുടെ വലിയ ബിസിനസ്സുകാരനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു, മൊസാദിൻ്റെ ആളായിരുന്നെങ്കിലും. പിന്നെ ഡാനിഷ് രാഷ്ട്രീയ നേതാവ് മാറ്റ്സ് പാൽസുക് പറഞ്ഞിട്ടുണ്ട് ഇയാളൊരു മൊസാദ് ചാരൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. യോനാഥൻ സ്വീ ഡേവിഡ് എന്ന ജൂതനാണ് ഇയാൾ എന്ന് ആ രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ടെൽ അവീവിലെ സ്കൂൾ ഓഫ് ഇസ്ലാമിക് ജൂറിസ് പ്രോവിഡൻസിൽ പഠിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല കേട്ടോ അവിടെ. ഈ കാച്ചി വിടുമ്പോൾ പലതും പറയാന്നുള്ള എന്നൊക്കെ പറയുന്ന പോലെ. ഹൂത്തി പത്രം ഒരെണ്ണം പറഞ്ഞിരിക്കുന്നു, എർദോഗന്റെ പാവയാണ് ഇയാൾ. സൽവ അൽ സൂബി ഈജിപ്ഷ്യൻ പണ്ഡിത പറഞ്ഞിട്ടുണ്ട് ജുലാനിയെ ഭീകരനാണെന്ന് അമേരിക്ക പറയും, പക്ഷെ CNN അയാളെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇയാൾ അമേരിക്കയുടെ ചാരനാണ് എന്നുള്ള മട്ടിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇയാളുടെ ഷർട്ടിൻ്റെ പിന്നിലൊരു ലോഗോ ഉണ്ട്, അത് മൊസാദിൻ്റെ ആണെന്ന് ചിലർ പറഞ്ഞു. അപ്പോൾ ഈ ലോഗോ ശരിക്കും ആളുകൾ ഭൂതക്കണ്ണാടി വെച്ചിട്ട് ചൈനയുടെ കമ്പനി, ചൈനീസ് കമ്പനി എമർസോങ് ഗിയർ അതിൻ്റെ ലോഗോ ആണ് എന്ന് കണ്ടുപിടിച്ചു. എന്നാലും ഈ ചൈനയുടെ ലോഗോ ഉള്ള ഒരു ഷർട്ട് അല്ല, ഈ പറഞ്ഞ പോലെ ഈ ഇസ്രായേലിൻ്റെ ലോഗോ ആണെങ്കിൽ ഡേവിഡ് സ്റ്റാർ ആണ്. അതെ, അതിപ്പോൾ നക്ഷത്രമാണല്ലോ. അതല്ല, ചൈനയുടെ ലോഗോ എന്ന് പറഞ്ഞാൽ നെരുവാൾ ചുറ്റി നക്ഷത്രമോ അല്ല, ചൈനയിലെ ഒരു ഈ ഇതൊക്കെ റെഡിമെയ്ഡ് കമ്പനി അവർക്കൊരു ലോഗോ ഉണ്ട്. ആ ലോഗോ ഏത് എമർസോങ് ഗിയർ എന്ന് പറഞ്ഞ ചൈനീസ് കമ്പനിയുടെ ലോഗോ ആണ് ഈ ഷർട്ടിൽ കാണുന്നത് എന്ന് ചില ആളുകൾ കണ്ടുപിടിച്ചു. ഏതായാലും സിറിയയിൽ ഭരണമാറ്റം വന്നു. അവിശ്വസനീയമായ വേഗത്തിലാണ് സർക്കാർ വീണതും പുതിയ വാഴ്ച ഉണ്ടായതും. അതിനോടൊപ്പം തന്നെ മിന്നൽ വേഗത്തിൽ ഇസ്രായേൽ കയറി അവർക്ക് ആവശ്യമുള്ള അത്രയും ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു. വടക്കൻ സിറിയയിൽ അതിനുള്ള സന്നാഹം നടത്തുന്നു. വല്ലാത്തൊരവസ്ഥയാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് കോൺസ്പിരസി തിയറികൾക്ക് സ്കോപ്പുണ്ട്. ജൊലാനി ആരാണ്, എവിടെ നിന്നാണ്, ഈ പറഞ്ഞ പോലെ അയാളുടെ വെയർബോട്ട്സ് എവിടെ നിന്ന് വന്നു, അയാളുടെ പശ്ചാത്തലം എന്താണ്, ആരുടെ മകനാണ്. ട്രംപ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇയാൾ തുർക്കിയുടെ പാവയാണെന്ന്. ഈ അസദിനെ പുറത്താക്കിയത് മുഴുവൻ തുർക്കിയാണ്, അതെനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരിയായിരിക്കാം. അതിന്റെ കൂട്ടത്തിൽ മറ്റേ ആൾ മാന്യനാണെന്നും പറഞ്ഞിട്ടുണ്ട്. എർദോഗൻ മാന്യനാണ്, അയാൾക്ക് വലിയ സേനയൊക്കെ ഉണ്ട് കേട്ടോ എന്നും ട്രംപ് ഇതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. കാണിച്ചതൊക്കെ ചെറ്റത്തരാണ്, എന്നാലും പുള്ളി മാന്യനാണ് അല്ലേ എന്ന് പറഞ്ഞു. ആദരണീയനായ ചെറ്റ. അതിപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് അടിയോടടിയാണല്ലോ ഇയാൾക്ക് കൊടുത്തത് കണ്ടില്ലേ ബൈഡന്.
ബൈഡൻ മര്യാദ കെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. സ്റ്റുപ്പിഡ് ആക്ഷൻ എന്നൊക്കെയാണ് പറഞ്ഞത്. മറ്റേ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം കൊടുത്തത് റദ്ദാക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഇങ്ങോട്ട് നമ്മുടെ അമേരിക്ക എന്നുള്ള സാധനങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ അവിടെ നിന്നുള്ള സാധനത്തിന് നമ്മൾ ഏർപ്പെടുത്തും. ഇന്ത്യയും ബ്രസീലും. അത് ബ്രിക്സിൻ്റെ ഒരു ചുരുക്കമാണ്. ആ ചുരുക്കം. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിക്സിൻ്റെതായ ഒരു കറൻസി. പക്ഷേ ഇന്ത്യ അതിനില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ജയശങ്കറും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡീഡോളറൈസേഷന്റെ ഭാഗമായിട്ട് ബ്രിക്സിന് കറൻസി വേണം എന്നുള്ളത് ചൈനയുടെയും റഷ്യയുടെയും വലിയ താല്പര്യമാണ്. പക്ഷെ അതിന് നമ്മൾ തല വെച്ച് കൊടുക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അതെ, കാരണം നമുക്കത് വേണ്ട. ഇന്ത്യൻ കറൻസിയിൽ ഇവിടുന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മതി. അവിടുന്നൊക്കെ കിട്ടുമല്ലോ. അത് മതി. ഏതായാലും ഈ ജൊലാനി ആരാണ്, മൊസാദാണോ എന്നുള്ള ചോദ്യം കുറേ ദിവസം കൂടി ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ടാകും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ കുറേ ആളുകളുടെ കമൻസ് വായിച്ചല്ലേ, ഈ കമൻസിലൊക്കെ പറയുന്നത് ആ കോമൻറ്റ് ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ മുസ്ലിമുകളാണ്. ഇസ്ലാമിക ലോകത്തു നിന്നുള്ള ആളുകൾക്കാണ് ജൊലാനിയെ സംശയം. വളരെ സംശയം. അപ്പോൾ സംശയത്തിന് പ്രത്യേകിച്ച് ഇസ്രയേലുമായിട്ട് തർക്കത്തിനില്ല എന്ന് അതെ അതൊരിക്കലും സാധാരണഗതിയിലൊരു സുന്നി മുസ്ലിം പറയില്ല. പക്ഷേ ഇസ്രയേലുമായിട്ട് തർക്കത്തിനില്ല. ഈജിപ്തൊക്കെ മര്യാദയ്ക്ക് അവിടെ ജീവിക്കുന്നുണ്ടല്ലോ. അതെ, അദ്ദേഹം ഒരു പൂർണ്ണ രാഷ്ട്രീയ നേതാവായി രൂപപ്പെട്ടിട്ടില്ല ജൊലാനി. അതിൻ്റെ പ്രശ്നമാണത്. ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് അറിയില്ല. ചിലർ അങ്ങനെ പറയാനായിരിക്കും പുള്ളിയുടെ ഡ്യൂട്ടി. മൊസാദ് ചാരനാണെങ്കിൽ അതായിരിക്കും ഡ്യൂട്ടി. ഇനി ആ യുദ്ധത്തിനില്ല, അങ്ങനെയും വരാം. ഏതായാലും കാത്തിരുന്ന് കാണാം ജൊലാനി ആരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.